ഞാനിന്ന് ട്രെയിനകത്ത് വരുന്ന സമയത്തേ 2 കോളേജ് വിദ്യാർത്ഥിനികൾ അപ്പോൾ അവരെൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവർ സംസാരിച്ച് അപ്രോച്ച് ചെയ്തോ? ലവ് ഫെയർ അല്ല, അവർ പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞു അവളുടെ അനിയത്തി വീട്ടിൽ ഫോണിൽ വർഷങ്ങൾക്ക് ശേഷം സിനിമ കാണാം. അപ്പോൾ അവൾ പറഞ്ഞു ഇന്നത്തേക്ക് മാത്രം കാണുക, നാളെ ഇത് കാണത്തില്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഈ ഒരു പ്രാവശ്യം കാണാൻ വേണ്ടി മാത്രം തരും, അത് കഴിഞ്ഞ് ഞാൻ ഫോണിൽ നിന്ന് ആ സിനിമ എടുത്ത് കളയും. അപ്പോൾ അവർ തമ്മിൽ പറയുകയാണ്, അയ്യോ ഇത്രയും വെറുപ്പിച്ച ഒരു സിനിമ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാം. അപ്പം സിനിമ കണ്ടായിരുന്നോ? സിനിമയെ കുറിച്ച് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ പോയതിനു ശേഷവും അത് നമ്മൾ അല്ലാതെ ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ട്രോളുകളുടെ ചാകരയാണ് ആ സിനിമയെ കുറിച്ച്. തിയേറ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും ട്രോൾ ഇല്ലായിരുന്നു. OTT വന്നപ്പോഴാണ് പടമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇവിടുത്തെ അശ്വന്ത് ഗോക്കിനെ പോലുള്ള റിവ്യൂവേഴ്സ് ഗംഭീര പടം എന്ന് പറഞ്ഞാണ്. അശ്വന്ത് ഗോക്ക് പറഞ്ഞു ഗംഭീര സിനിമയെന്ന്. ഉണ്ണി വ്ളോഗ്സ്, അശ്വന്ത് ഗോക്ക് ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മറ്റേ ഇതുണ്ടല്ലോ ഏതാ പിന്നെ ആർട്ടക്ക് എന്റെ പൈസയും പോയി, പോപ്കോണിന്റെ പൈസയും പോയി. പോപ്കോണിന്റെ പൈസ പോയി. പോയി സിനിമ ഉണ്ട്. ക്രിഞ്ച് സ്റ്റാർസിന്റെ അവഞ്ചേഴ്സ് ആ സിനിമ ഉണ്ടോ? ഞാൻ കണ്ടു. എന്റെ പൊന്നോ, വെറുപ്പീരെന്നൊക്കെ പറഞ്ഞു ഇമാരി വെറുപ്പീരെന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. 70കളിൽ നടക്കുന്ന കഥയാണ്. 70കളിൽ നടന്നോട്ടെ, എന്നിട്ട് 70കളിൽ നടന്നിട്ട് ഇവരെല്ലാവരും ഇരുന്ന് കാണട്ടെ. ഈ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പിന്നെ നിവിൻ പോളി ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ പടം അത്യാവശ്യം. ആ പടത്തിലുള്ള എന്റെ അമ്മു അതിനകത്ത് ആ പടത്തിന്റെ വെറുപ്പീര് കുറച്ചെങ്കിലും മാറിയത് ഈ പറയുന്ന നിവിൻ പോളിയുടെ നിതിൻ മോളി എന്നോ മറ്റോ ഒരു കഥാപാത്രമാണ്. പുള്ളി നെപ്പോട്ടിസത്തെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് വന്നിട്ട്. നെപ്പോ കുഞ്ഞുങ്ങളാണ് പടം മൊത്തത്തിൽ. പിന്നെ അതിനകത്ത് വേണുവും മുരളി ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോകും. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കില്ല പഞ്ചാബി ഹൗസിനകത്ത് മറ്റേ ഹരിശ്രീശോഭൻ പറഞ്ഞിട്ടുണ്ട്, ദേ മൊലാളി അവനെ വീണ്ടും കാണാതായി എന്ന് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തെ കാണാതാവും. ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് ആണ്. എന്തൊരു കഥയാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം കൊണ്ടുപോയി ഒരു പാട്ട്, കൂട്ടുകാരന്റെ സിനിമയ്ക്ക് ധ്യാനാണ് സിനിമ എടുക്കുന്നത്, ഡയറക്ടർ ധ്യാനാണ്. അപ്പൊ ധ്യാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്യാൻ സ്വന്തമായിട്ട് പടം എടുക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തോട് വന്നിട്ട് നീ എന്റെ ആദ്യത്തെ പാട്ട് നീ ചെയ്യണമെന്ന് പറയുന്നു. നീ എന്റെ ആദ്യത്തെ പാട്ട് ചെയ്യണം. ഇത് പാട്ട് ചെയ്യാതെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇദ്ദേഹം ചെയ്ത പാട്ട് കൊണ്ടുപോയി വേറൊരാൾക്ക് കൊടുക്കുന്നു. വേറൊരാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം ഇതെടുത്തിട്ട് അദ്ദേഹം പറയുന്ന ഡയലോഗ്, ഇത് വെളിയിൽ തിരിഞ്ഞാൽ അസിംഗം. എന്റെ അമ്മ ഡയലോഗ് കേൾക്കണം, ഇറങ്ങി ഓടും. അപ്പൊ ഞാൻ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ പുറത്തു വന്നിരുന്നിട്ട് പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. ആളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ നല്ല തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ആളുണ്ടായിരുന്നു. എല്ലാം ഇതുപോലെ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ട് വന്നവരാണ്. വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമാണെന്നൊക്കെ ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞു. അശ്വന്ത് ഗോക്ക്, ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞു ഗംഭീര പടം എന്ന് പറഞ്ഞു. റിവ്യൂ കണ്ടിട്ട് വന്ന ആളുകളായിരിക്കണം. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പോയത്. അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ അവിടെ ചെന്ന് കയറി കൊടുത്തത്. അശ്വന്ത് ഗോക്കിന്റെ എല്ലാ റിവ്യൂ വിശ്വസിക്കരുത് മനസ്സിലായില്ലേ? എല്ലാ റിവ്യൂവും വിശ്വസിക്കരുത്. പക്ഷെ അശ്വന്ത് ഗോക്കിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അശ്വന്ത് ഗോക്ക് ഒരുമാതിരിയൊക്കെ പറയും, പടം കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. ഭീഷ്മവർമ്മ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അശ്വന്ത് ഗോക്ക്. സത്യമാണ്, ആ പടം കൊള്ളത്തില്ല, ചവറുപടം. ഭീഷ്മവർമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ആർക്കാ? എനിക്ക് അണ്ണൻ ഇഷ്ടപ്പെടും. പക്ഷെ അതിന്റെ പുറകിലുള്ള കളി ശ്രദ്ധിച്ചാൽ മതി. ഒരു ക്രിസ്ത്യൻ ഫാമിലി, ഒരു ഹിന്ദു ഫാമിലി, പിന്നെ അല്ല ഒരു ക്രിസ്ത്യൻ ഫാമിലി, ഒരു മുസ്ലിം ഫാമിലി. ക്രിസ്ത്യൻ ഫാമിലി ഭയങ്കര സർവ്വ തരികിടകൾ, മുസ്ലിം ഫാമിലി വളരെ ഡീസന്റ്, പിന്നെ ഹിന്ദു ഫാമിലി ഉണ്ട്, അവന്മാരാണ് മെയിൻ വില്ലന്മാര്. ഹിന്ദു ഫാമിലിയിലെ പിന്നെ പ്രധാനപ്പെട്ട ആളെന്തുവാ, പിന്നെ ഇത് ശബരിമല വേഷം, കറുപ്പ് മുടുത്ത് ശബരിമല വേഷം, അടിക്കൂടുള്ള പാലം വലിയായിരുന്നു പടം. അപ്പൊ പടത്തിന്റെ എഴുതിയതിന്റെയും ഡയറക്ടറെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസറെ തപ്പിപ്പോണം. അമൽനീരതും ദേവഷാജി അതിന്റെ പ്രൊഡ്യൂസർമാരെ തപ്പി പോകുമ്പോഴത്തേക്ക് ഇതിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, തപ്പി ചെല്ലണം. അപ്പൊ ചെന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മള് പിന്നെ കൊച്ചിയിൽ നിന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ് പശ്ചിമ കൊച്ചിയിലെത്തി കറക്റ്റ് മട്ടാഞ്ചേരി ചെന്നിക്കുന്നത്. മട്ടാഞ്ചേരി മാഫിയ. അതുപോലെ ഈ പടത്തിലേക്ക് ഈ മാതിരി പടങ്ങൾ എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ വെച്ച് ആളുകളെ വെറുപ്പിച്ച ഒരു പടമാണ്. ലോകേഷ് കനകരാജ് ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടതാ. കലേഷ് എന്ന് പറഞ്ഞ കലേഷ് ചെയ്ത കഥാപാത്രത്തെ ലോകേഷിനെ പുള്ളി ഉദ്ദേശിച്ചത്. ലോകേഷ് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ലോകേഷിനെ ഏറിപ്പോനെ. അപ്പൊ ഇവർ ഇത്രയും പേരെ ഏറുള്ളൂ. ആരാ? ധ്യാന്, പ്രണവ്, പിന്നെ വിനീത്, 3 പേര് പേരില്ല. ലോകേഷ് ചെയ്തിരുന്ന ലോകേഷിനെ ഏറി കയറ്റിയല്ലേ പുള്ളി. പിന്നെ ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടോളാം. എങ്ങനെ രക്ഷപ്പെട്ടാന്നുള്ളല്ലോ. ലോകേഷിന് അത്യാവശ്യം ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര ഇതും കല്യാണിയൊക്കെ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, ഇവരുടെയൊക്കെ വിചാരം എന്തുവാ, ഇവര് വയസ്സായതാണ് റോള്.
വയസ്സായി, ഇവർക്ക് എല്ലാവർക്കും വയസ്സായി. വയസ്സായെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യത്തില്ലണ്ണാ. അതെങ്ങനാ ഫീൽ ചെയ്യുന്നത്? പണ്ട് നസീറിന്റെ പടത്തിലൊക്കെ മുടിയിൽ കളർ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വയസ്സായ അഭിനയം വേണ്ടേ? അഭിനയം എന്ന് പറഞ്ഞ സാധനമില്ലേ? മോഹൻലാൽ എന്ന മഹാനടന്റെ മകന് അഭിനയിക്കാൻ അറിയത്തില്ല. അതെങ്ങനെ പറയരുത്? അങ്ങനെ പറയും. ഇനിയിപ്പോ ലാലേട്ടൻ ഫാൻസ് എല്ലാവരും വന്നിട്ട് തെറി പറയും. എന്നാലും കുഴപ്പമില്ല. മോഹൻലാലിന്റെ എന്ന മഹാനടന്റെ മകനെ അഭിനയം പഠിപ്പിക്കണം. അത് ഫഹദ് വന്നിട്ട്, ഫഹദ് ആദ്യം വന്നപ്പം ആദ്യത്തെ പടത്തിൽ വൻ പരാജയമായിരുന്നു അദ്ദേഹത്തിന്റെ. അദ്ദേഹം പോയി അഭിനയം പഠിച്ചു. ഇത് മോഹൻലാലിന്റെ മോനെ അഭിനയം പഠിപ്പിക്കണം. അദ്ദേഹത്തിന് അഭിനയത്തിനോട് വലിയ താല്പര്യമില്ലല്ലോ. നിർബന്ധിച്ചു കൊണ്ടുവന്ന് പുള്ളിയെ കൊണ്ടുവന്ന് മുടിയും വളർത്തി. ഞാൻ ഒരു സൈഡിൽ കൂടെ ഇടയ്ക്കൂടെ ഒക്കെ ഞാൻ വിചാരിച്ചു ഇത് ആരാ, മറ്റേ ഇടയ്ക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ നോക്കും വേറെ പലരുടെയും റോൾ മുഖം വരുന്നു പുള്ളിക്ക്, ഈ തലയിൽ കളർ അടിച്ചിട്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഭയങ്കര സങ്കടം വരുന്ന സീൻ വന്നിരിക്കുകയാണ്. പുള്ളി മരിച്ചു എന്നുള്ളതാണ്. പുള്ളി മരിക്കുന്ന ഒരു രംഗമാണ്. മരിച്ചു എന്നാണ് ഡയറക്ടർ വരുത്തി വെക്കാൻ തുടങ്ങിയത്. പിന്നെ അതിനകത്തൊരു കോമഡി കൂടെ തള്ളിക്കയറ്റാൻ നോക്കി. ആ കോമഡി അതിനകത്ത് വേണ്ട. പുള്ളി മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വന്നു സത്യത്തിൽ. ഏതാണ്ട് ഒരു 20-25 സെക്കൻഡ് പുള്ളി മരിച്ചു എന്നാണ് പ്രേക്ഷകരോട് സിനിമ പറയുന്നത്. അതായത് അദ്ദേഹം, ആ മ്യൂസിക് ഡയറക്ടർ മരിച്ചു. അത് അതിനുള്ള മ്യൂസിക് ഒക്കെ ഇട്ടു. അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വേണു എന്നുള്ള കഥാപാത്രം, വേണു കരയുന്നു. വേണു കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇവിടുന്ന് ചിരിച്ചോണ്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്ന് മറ്റെന്തുവാ, അദ്ദേഹം മരിച്ചിട്ടില്ല എന്നുള്ളത് കോമഡിയാക്കി മാറ്റുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് കരയാൻ വന്നു. ഇദ്ദേഹം മരിച്ചില്ലേ, ഭയങ്കര മോശമായി പോയി വിചാരിച്ചു. ആ കഥാപാത്രം മരിക്കണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. ട്രാജഡി, നമുക്ക് ഈ ദുഃഖം കണ്ടിട്ട് ചിരിയും കോമഡി കണ്ട് കരച്ചിലും വരുന്ന ഒരു പടമായി പോയി. എന്റെ പൊന്ന, ഈ പറയുന്ന പോലെ ഈ സിനിമയുണ്ടല്ലോ, ഈ ഇവന്മാർക്ക് ഇവിടുന്ന് ഈ റിവ്യൂവേഴ്സിന് കാശ് കൊടുത്തിട്ടുണ്ട്. കാശ് മേടിച്ചിട്ടൊക്കെ മേടിക്കാതെ ഇത് ചെയ്യത്തില്ല. ഞാനിത് കണ്ടിട്ട് ആലോചിച്ച് ഇതിന്റെ സിനിമയുടെ റിവ്യൂ തുടങ്ങണമെന്നില്ല നമ്മുടെ ചാനലിൽ. സിനിമയുടെ റിവ്യൂ തുടങ്ങണം. ഞാൻ ആലോചിച്ചു സിനിമയുടെ റിവ്യൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കുന്ന സിനിമകളെല്ലാം പൊട്ടിച്ചു. കോക്കിന്റെ ഒക്കെ റിവ്യൂ കണ്ടിട്ടാണ് ഒരുപാട് ആളുകൾ സിനിമ കാണാൻ പോകുന്നത്. ആണ് അശ്വന്ത് കോക്കിന്റെ സിനിമ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ പല സിനിമകളും കാണാൻ. അശ്വന്ത് കോക്ക് പല പടത്തിനെ കുറിച്ച് പറഞ്ഞതിനോടൊക്കെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. എന്താണ്, നല്ലൊരു റിവ്യൂവർ ഉണ്ട്, അവൻ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല. സിനിമാക്കാരൻ അമൽ എന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂവർ ഉണ്ട്. പിന്നെ ഒരു കണ്ണൂരുകാരനുണ്ട്, സുധീഷോ. അത് വേറെ, അത് പ്ലാൻഡ് ആണ്. അത് ഉണ്ണി മുകുന്ദന്റെ സിനിമകളെ പുള്ളി നശിപ്പിക്കാൻ നോക്കും. ഒന്നി തൊടത്തില്ല. നല്ല സിനിമയാണെങ്കിൽ പറയത്തില്ല, അല്ലെങ്കിൽ എങ്ങനെയും ഇട്ടൊരു പണിയാൻ നോക്കും. പുള്ളിയുടെ റിവ്യൂ അതവിടെ സൈഡിലോട്ട് മാറിയിരിക്കട്ടെ. അത് വേറെ ചിന്തയിലുള്ള റിവ്യൂ ആണ്. അതവിടെ ഇരിക്കട്ടെ. ആ റിവ്യൂ ഇങ്ങോട്ട് എടുക്കണ്ട. പാളയം ഇമാമ് പെരുന്നാൾ പ്രസംഗം നടത്തിയപ്പോഴുണ്ടല്ലോ, നൈസായിട്ട് കുറച്ച് താങ്ങിയല്ലോ. അമ്മാര് താങ്ങുന്ന റിവ്യൂമാരുണ്ട് ഇവിടെ, കണക്ക് വെച്ചിട്ട് ആൾക്കാരെ നോക്കിയിട്ട് ഇന്ന ആൾക്കാരെ നശിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടെ. ഈ സിനിമാക്കാരൻ അമൽ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു റിവ്യൂവർ ഉണ്ട്. സിനിമാക്കാരൻ അമൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ അത് ഭയങ്കര പന്നപ്പടം, അപ്പൊ അങ്ങനെയൊക്കെ റിവ്യൂവേഴ്സ് വന്നിട്ട് ഗംഭീരമാണെന്ന് അഭിപ്രായം പറയുന്നു. ശരിക്കും പറഞ്ഞാല് ഈ റിവ്യൂവന്മാർ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ ഈ റിവ്യൂവന്മാരെ കണ്ണു അടച്ച് കോടതിയൊക്കെ ഇടപെട്ടത് സത്യമല്ലേ? ഇവരെ നിയന്ത്രിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് പൈസ മേടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു പടത്തിനെ നല്ലതെന്ന് പറയത്തില്ല. എന്റെ പൊന്നാണ്, ഇത് മൊത്തത്തിൽ ആ പടം കണ്ടുകൊണ്ടിരിക്കണം. ആ പടം ഒന്നാമത് ലാഗാണ് പടം. പിന്നെ അതിനകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്ന ഇമാതിരിയുള്ള പാസം, തമിഴ് പാസം. ഇവര് പറയുന്നത് ഇവരുടെ ജീവിതം. ഈ വിനീത് ശ്രീനിവാസനെ സ്ഥിരമായിട്ട് ചെന്നൈ തന്നെ താമസിപ്പിക്കണം. ചെന്നൈയിൽ തന്നെ പുള്ളി അവിടെ തന്നെ താമസിക്കട്ടെ. പുള്ളിക്ക് ചെന്നൈ പാസമാണ് പുള്ളിക്ക്. പുള്ളി അവിടെ ഭാര്യ അവിടെ നിന്ന് പ്രേമിച്ച് കിട്ടിയതാണ്. അതുകൊണ്ട് പുള്ളിക്ക് ചെന്നൈയോട് ഭയങ്കര അടുപ്പമാണ്. അവരുടെ കുട്ടിക്കാലം മുഴുവൻ ചെന്നൈയിലായിരുന്നു. അവരുടെ കുട്ടിക്കാലം മൊത്തം ചെന്നൈയിൽ. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് ഈ അച്ഛന്റെയും പിന്നെ മോഹൻലാലിന്റെയും അവരുടെ ഒരു ജീവിത കാലഘട്ടത്തിലെ കഥയും കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത്. മോഹൻലാലിനെ അനുകരിക്കാൻ ശ്രമിച്ചു കുറെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വണ്ടി എടുക്കുന്ന ഒരു സീനുണ്ട്. അതായത് നീ ഇനി അങ്ങോട്ട് മാറി ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് മുണ്ട് മടക്കി കുത്തിയിട്ട് വണ്ടി എടുക്കാൻ പോകുന്നത്. അത് എന്താ പറയാ, ഒരു എന്താ പറയാ, മോഹൻലാലിനെ രീതിയിൽ പുള്ളിയെ കാണിക്കുക. അതാണ് ഏറ്റവും വലിയ കോമഡി ആ പടത്തില്. അത് കണ്ടാ ഇരുന്ന് ചിരിക്കാം, നമുക്കിരുന്ന് ചിരിക്കാം കുറച്ചു നേരം. ചിരിക്കാൻ വേണ്ടിയിട്ട് ആ പടം കാണാം. ചത്ത് നമ്മൾ മറ്റേ കൊല്ലക്കാരി സ്ഥിരം പറഞ്ഞിട്ടാലോ. OTT വന്നപ്പോഴാണ് ഈ സിനിമ നാട്ടുകാര് അതെ ഈ യുവതലമുറ കണ്ടത്. യുവതലമുറ, അതായത് സിനിമയെ നല്ല രീതിയിൽ വിലയിരുത്തുന്ന സോഷ്യൽ മീഡിയയിലെ ചെറുപ്പക്കാരും യുവതി യുവാക്കള് ഈ OTT വന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോഴാണ് ഇവരെടുത്തെടുത്ത് ഉടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതലേ ട്രോളുകൾ വരാൻ തുടങ്ങി. ഭയങ്കര ഇത് പടം കണ്ടു. അണ്ണൻ കണ്ടല്ലേ പടം? ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പടം ഇവിടെ ഇതൊരു ശിക്ഷയായിട്ട് പ്രഖ്യാപിക്കണം.
ഈ പടം ചെറിയ ഇപ്പൊ നമ്മൾ ഈ വണ്ടികളിലൊക്കെ ഉണ്ടല്ലോ ഈ ആൾക്കാരിങ്ങനെ ഈ പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ ഈ പുറത്ത് വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോകുന്ന പരിപാടിയുണ്ട്. എങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കകത്ത് വിൻഡോയിലൂടെ പുറകെ ഇപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇപ്പൊ ഇത് പുറകെ വരുന്ന ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ എന്തോ ഇത് വീഡിയോ ചിത്രീകരിക്കും, എന്നിട്ട് ഈ വീഡിയോ എടുത്ത് എന്ത് ചെയ്യും, MVDക്ക് അയച്ചു കൊടുക്കും. MVD എന്തെന്ന് വെച്ചാൽ ഇവരെ പിടിച്ച് ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ നിർബന്ധിത സേവനം ചെയ്യിക്കും. അതും റീലാക്കും ഇവര്. ഇവരുടെ ഉദ്ദേശമാണ് ഇവിടെ നടപ്പാവുന്നത്, ഒന്ന് ഫേമസ് ആവുക. അതിനുവേണ്ടിയാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ശിക്ഷ എന്ന് പറയും, ഇവന്മാരെല്ലാം പിടിച്ചുകൊണ്ട് ഈ പടം കാണിക്കണം 2.5 മണിക്കൂർ. ഈ ആളുകളെ ഈ വണ്ടിയിൽ നിന്ന് പുറത്തിട്ട് തലയൊക്കെ വെളിയിടുന്നവന്മാരെല്ലാം പിടിച്ചുകൊണ്ട് വന്നിരുന്നത് ഈ പടം കാണിക്കും. ഇതൊരു ശിക്ഷയാണ്. ഒരു സാധാരണ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യമായ ഒരു ശിക്ഷയാണിത്. ഈ പടം കാണിക്കുക. ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന ചില പടങ്ങളുണ്ട്. ഒത്തിരി പടങ്ങളുണ്ട്, ഒത്തിരി പടമുണ്ട്. മധുരരാജയൊക്കെ കാണിക്കണം. മധുരരാജയെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. ഇതൊരു ശിക്ഷയായിട്ട് പ്രഖ്യാപിക്കണം. ഈ ശിക്ഷയ്ക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനം ഇത്. വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് പേര് വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു പേരായിരുന്നു, വർഷങ്ങൾക്ക് ശേഷം. പിന്നെ ഇതിൽ ഒരു കാര്യവും ഇല്ലാതെ ജ്ഞാപകം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരുമോ ഈ പാട്ട്. ആദ്യം ഒരു തവണ ഈ പാട്ട് കേൾക്കാൻ രസമുണ്ട്, അത് ഒരു തവണ കേൾക്കാം, പിന്നീട് ആവർത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഈ പാട്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ കൂടെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ഈ പാട്ട് വരും. വെറുതെ നായകൻ ചിന്തിക്കുന്നു, ഉടനെ കുറച്ച് ജ്ഞാപകം. ബാലയ്യയുടെ സിനിമയ്ക്കകത്ത് ബാലയ്യയുടെ സിനിമയ്ക്കകത്ത് യാതൊരു ബന്ധമില്ലാതെ പാട്ടും ഡാൻസും വരും. ഒരു ബന്ധവും കാണത്തില്ല. ഒരു ബന്ധവും കാണാതെ ബാലയ്യയുടെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു പാട്ട് വരും. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. നായകൻ ഉറങ്ങുന്നു ജ്ഞാപകം, നായകൻ ഉണർന്നു ജ്ഞാപകം, നായകൻ ചിന്തിക്കുന്നു ജ്ഞാപകം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നായകൻ എവിടേക്ക് എങ്ങനെയൊക്കെ പോകുന്ന എല്ലാം ജ്ഞാപകം പാട്ടാണ്. ഇവര് പിരിയുന്നതിനൊക്കെ ദുർബലമായ കാരണങ്ങളാണല്ലോ. വെറും ദുർബലം. അതിൽ ഞാൻ പറഞ്ഞു വന്ന അതിൽ പോയില്ലല്ലേ. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കൊണ്ടുപോയി ഒരു പാട്ട് കൊണ്ടുപോയി കൊടുത്തു. ഏതാ ഒരു ഈ പിന്നെ സുഹൃത്തിന്റെ പടത്തിൽ പാടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇദ്ദേഹം അതാലോചിച്ച് ദുഃഖിക്കുന്നു. പിന്നെ അതാലോചിച്ചിട്ട് പിന്നെ പുള്ളി മദ്യപാനിയായിട്ട് മാറുന്നു. പിന്നെ ഒരു ബന്ധമില്ലാതെ പുള്ളി ഒരു പാറപ്പുറത്ത് ഒരു പിന്നെ ഹോട്ടൽ റൂമിന്റെ സൈഡിൽ ഇരുന്നിട്ട് മറ്റേ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡേ പോയ നായിക ഇത് കാണുന്നു. കാറ് പൊക്കൊണ്ടിരിക്കുക. ആ കാറിനകത്ത് AC ഇട്ട് കാറ് പൊക്കൊണ്ടിരിക്കുന്ന കാറ് ഫുൾ വിൻഡോ അടച്ചിട്ടിരിക്കുന്ന കാറിനകത്ത് ഇതിന്റെ സൗണ്ട് അത്രയും കിലോമീറ്റർ, എത്രയും ദൂരം, ഏതാണ്ട് 1.5 കിലോമീറ്റർ വ്യത്യാസം കാണും ആ റോഡിനും ഈ ഇരിക്കുന്ന സ്ഥലത്തിനും. ഇത് വായിച്ചപ്പോ എന്തോ റോഡേ പോയ നായിക ഇത് കേട്ടു. എന്നിട്ട് നായിക അവിടെ കയറി വന്നു. 1.5 കിലോമീറ്റർ അപ്പുറത്തൂടെ പോയ നായിക കയറി വന്നു. ഒന്ന് ആലോചിച്ചു. ലോജിക്ക് ഇല്ലായ്മയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. ലോജിക്ക് വേണ്ട എന്നാലും. എന്നിട്ട് നായിക വന്നിട്ട് പുള്ളിയുടെ പുറകെ നായികയെ പുള്ളി വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പുള്ളിക്ക് ഉണ്ടാകുന്ന ഒരു ഞെട്ടല്. ആ ഞെട്ടലിലൊക്കെ അഭിനയിച്ചങ്ങ് തകർത്തേക്കോ പുള്ളി. എനിക്കൊന്ന് കുറച്ചുകൂടെ അഭിനയം കുറച്ചുകൂടെ അല്ല, നല്ല രീതിയിൽ പഠിപ്പിക്കണം. ലാലേട്ടന്റെ മകൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വൻ വൃക്ഷം, എന്താ പറയാ, പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മലയാള സിനിമയിൽ അങ്ങനെ വിരൽ വരെ അഭിനയിക്കും. അവസാനം മറ്റേ എല്ലാ സിനിമയുണ്ടല്ലോ, ഏതാ മാഗി ആന്റിക്ക് ആനി കുഞ്ഞിനെ സ്നേഹിച്ച പോലെ മാഗി ആന്റിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയുടെ ഒരു നിപ്പുണ്ട്. അതന്മാരെയൊക്കെ അഭിനയിച്ച് തകർത്തിരിക്കുന്ന മനുഷ്യന്റെ മകനാണ് വന്നിരുന്നിട്ട് ക്രിഞ്ച് സ്റ്റാർസിന്റെ അവഞ്ചേഴ്സ് കാണിച്ചു പോയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അഭിനയിക്കാൻ താല്പര്യമില്ല, ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാനാണല്ലോ താല്പര്യം. ഹിമാലയത്തിൽ പോകണം, അല്ലെങ്കിൽ മറ്റേ പുള്ളി ആ വഴിക്ക് വിടണം. അങ്ങനെയാണെങ്കിൽ അയാളെ അങ്ങനെ വിടുക എന്നുള്ളത്. അങ്ങനെ അഭിനയിപ്പിക്കാൻ പുള്ളിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിയെ ഇത് പഠിപ്പിക്കണം. പുള്ളി എവിടെയെങ്കിലും പോയി ഇത് പഠിക്കണം. പഠിച്ച ശേഷം അഭിനയിക്കണം. ഇതിലുണ്ട് ആനി എന്നാണ് തോന്നുന്നു കഥാപാത്രത്തിന്റെ പേര്. കല്യാണി അത്യാവശ്യം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു ഇവരെ പഴയ കുറെ ടീമുകളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവരും അവരുടെ സുഹൃത്തുക്കളാണല്ലോ. സുഹൃത്തുക്കളാണ് മോഹൻലാൽ, ശ്രീനിവാസൻ, ഇവരെല്ലാം അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അവര് മോഹൻലാൽ ശ്രീനിവാസനും അടുത്ത സുഹൃത്തുക്കളൊന്നുമല്ല. മോഹൻലാലിനെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. ഇപ്പോഴല്ലേ? പണ്ട് ഒരു കാലത്ത് അല്ല, അതിപ്പോഴാണ്. അപ്പൊ അതിനു മുമ്പ് ഇവര് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നല്ലോ. അപ്പൊ ഇവരെല്ലാം അപ്പൊ അവരെ മക്കള് നിവിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഈ അജു വർഗീസ്. അജു വർഗീസ് നിവിനെ ധ്യാന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ധ്യാൻ ഏത് പടത്തിലുണ്ടായാലും അതിനകത്ത് അജു വർഗീസിനെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ധ്യാൻ ഇത് മറ്റേ നമ്മള് ഇത് മേടിക്കത്തില്ല, നമ്മള് പിന്നെ ചിക്കൻ ഇത് മേടിക്കുമല്ലോ, ഏതാ KFC ചിക്കൻ ഒക്കെ മേടിക്കുമ്പോൾ കൊക്കോകോള കിട്ടുമല്ലേ, അതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ധ്യാന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും അജു വർഗീസിനെ. ഏത് പടം നോക്കിയാലും പുള്ളി അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം അജു വർഗീസ് വന്നിട്ട് അജു വർഗീസ് അച്ഛനും മകനും അജു വർഗീസാണ്. അച്ഛന്റെ
അച്ഛൻ അജു വർഗീസ്, മകനും അജു വർഗീസ് ആയിട്ട് വരുന്നു. അത് എന്റെ പൊന്നല്ല അത് സിനിമയ്ക്കകത്ത് മറ്റേ പ്രേംനസീറിന്റെ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് മോനായിട്ട് വരുന്നത്. എന്റെ പൊന്നു, ഇത് മൊത്തത്തിലുള്ള തലവേദനയാണ് ആ പടം. എന്തായാലും ഇത് MVD ഇതൊരു ശിക്ഷയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പടം ഇനി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കാണിക്കുന്നവര് മറ്റേ ഇപ്പോൾ ഒരാളുടെ ലൈസൻസ് റദ്ദാക്കിയല്ലോ, സഞ്ജു ടെക്കി ഒക്കെ പിടിച്ചോണ്ട് വന്ന് ലൈസൻസ് റദ്ദാക്കുന്നതിനാണ് സഞ്ജു ടെക്കി ഈ പടം കാണിക്കണം. ഒരു ദിവസം 3 നേരം കാണിച്ചു തന്നെ സഞ്ജു ടെക്കി നന്നാവും. പിന്നെ അതിന് കുറച്ച് ശിക്ഷ കുറച്ച് വരും. കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ OTT കാണാം. കാണാം. അയ്യോ ഒന്നും പറയരുത്. അപ്പൊ നമുക്ക് ഇനി പരിപാടി തുടങ്ങുന്നുണ്ട്, സിനിമ റിവ്യൂ. അത് നമ്മൾ സിനിമ റിവ്യൂ, നല്ല സിനിമകളെ കുറിച്ച് പറയാം. മോശം സിനിമകളെ കുറിച്ച് നമ്മൾ മിണ്ടുന്നില്ല. നമ്മൾ ഇവന്മാർ കേസിന് പോകുമല്ലോ. കേസുമായിട്ട് നമുക്ക് പേടിയൊന്നുമല്ല. അത് ഇവരുടെ കയ്യിൽ ഇരുന്നാൽ മതി. അതുപോലെ പാളയിമാമിനെ ഇത് കാണിക്കണം. ഈ സിനിമ പാളയിമാമ ഇത് കാണത്തില്ല, സിനിമ കാണാൻ പാടില്ലല്ലോ. പാളയമാമാരാ? പാളയം ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ, അത് ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇന്നലെ മറ്റൊരു ചർച്ചയിൽ എടുക്കാം. എന്നാലും പറയാം, ഈ പാളയം ഇമാം ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിന്റെ ഏറ്റവും വലിയ ആളാണെന്നാണ് പറയുന്നത്. മൗദൂദി ജമാഅത്ത് ഇസ്ലാമി പാളയം ഇമാമിനെ ഈ സിനിമ കാണിക്കണം. അത് പറഞ്ഞു നടത്താം.